ഞാൻ സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കപ്പിൽ നിറച്ച് ഒരു കപ്പ് ചെറുപയറാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് ഞാൻ കുതിർത്തിട്ടൊന്നുമല്ല കേട്ടോ ഉണ്ടാക്കണം, ഞാൻ നേരിട്ട് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ കുക്കറിലേക്ക് കഴുകി ചെറുപയർ ഇട്ട് കൊടുക്കുക ആദ്യം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അപ്പോൾ നമുക്ക് ചെറുപയർ വേവാൻ വേണ്ട വെള്ളം വേണ്ടൂ കേട്ടോ, കുറച്ച് മുകളിൽ നിൽക്കണം. കുറച്ച് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ കുക്കർ അടച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ചെറുപയർ വേവിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, വെള്ളം പാകത്തിനേ പാടുള്ളൂ. അതുപോലെ സിമ്മിൽ വെച്ചിട്ട് നല്ലോണം താത്തി വെച്ചിട്ട് ഞാനൊരു 3 വിസിലാണ് കൊടുക്കാറുള്ളത്. നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ ചെറുപയർ വേവുമ്പോഴേക്കും ഞാൻ ശർക്കര എടുത്തേക്കണത്, ഞാൻ ഒരു ഉണ്ട ശർക്കര കിട്ടില്ലേ, അതിൻ്റെ പകുതി ഭാഗമാണ് എടുത്തേക്കണത്. അത് നമുക്കൊരു പാത്രത്തിലിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാൻ വയ്ക്കാം. ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശർക്കര അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ലോണം അലിയിപ്പിച്ചെടുക്കണം. അധികമൊന്നും വെള്ളം ഒഴിക്കരുത് കേട്ടോ, 1/4 ഗ്ലാസ് വെള്ളമേ പാടുള്ളൂ. അപ്പോൾ അത് അലിഞ്ഞ് നമുക്ക് നല്ല പാനിയായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ശർക്കരപ്പാനിയായി നല്ലോണം ശർക്കരയൊക്കെ അലിഞ്ഞു. ഇനി ഇത് വാങ്ങി വയ്ക്കട്ടെ. കുക്കറിൽ 3 വിസിൽ വന്നു, പ്രഷറെല്ലാം പോയി. ഞാൻ കുക്കർ തുറന്ന് നോക്കുകയാണ്. കണ്ടില്ലേ, നന്നായിട്ട് പാകത്തിനായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആവുകയും ചെയ്തു, എന്നാൽ കുഴഞ്ഞു പോയിട്ടുമില്ല. ഒറ്റയ്ക്ക് കിടക്കണമുണ്ട്, എന്നാൽ നല്ല സോഫ്റ്റായി. ഇതുപോലെ ആവണം. വെള്ളം കൂടുതൽ തോന്നുകയാണെങ്കിൽ ഒന്ന് വറ്റിച്ചോളൂ. അപ്പോൾ ചെറുപയർ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോൾ നമ്മുടെ ചെറുപയർ നല്ല പാകമായിട്ടുണ്ട്. ചെറുപയർ നമുക്ക് ഈ പാനിലേക്ക് മാറ്റാം. ഇപ്പോൾ സ്റ്റഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച് ശർക്കര പാനി ഉണ്ടല്ലോ, അരിച്ച് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി നല്ല യോജിപ്പിക്കണം. പിന്നെ അതൊന്ന് വറ്റും വേണമല്ലോ, അത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ചെറുപയറും ശർക്കരയും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലോണം വറ്റണ്ടേ, ശർക്കര നന്നായിട്ട് ചെറുപയറിൽ പിടിക്കുകയും വേണമല്ലോ, അതിനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മീഡിയത്തിൽ വെച്ചോളൂ ഫ്ലെയിം. ശർക്കരപ്പാനി വറ്റി തുടങ്ങി നല്ലോണം. ഞാനൊരു 4-5 ഏലക്കായയും കുറച്ച് പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചതാണ് നേരത്തെ, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കുറച്ചും കൂടി വറ്റിക്കഴിഞ്ഞാൽ നല്ല പാകമാവും. അപ്പോൾ നമുക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് നാളികേരമാണ് ചിരകി വെച്ചേക്കണത്, അതിട്ട് കൊടുക്കാം. നാളികേരം അധികം ഇടണ്ട കേട്ടോ, അത്ര തന്നെ ഇട്ടാൽ മതി. ഇത്ര ഉണ്ടല്ലോ ക്വാണ്ടിറ്റി, അതിലേക്ക് 1 കപ്പാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. നാളികേരം ഇട്ട് കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സ്റ്റഫ് നല്ല ഡ്രൈ ആവുകയും ചെയ്തു. ഇനി നല്ലോണം ഇളക്കിയിട്ട് മാറ്റി വയ്ക്കാം. മൈദയിലാണ് ഉണ്ടാക്കണത്. അതിന് വേണ്ടി ഞാനൊരു 3 സെർവിങ് സ്പൂണോളം മൈദ എടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഗോതമ്പൊടിയിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ചായക്കടയിലൊക്കെ സാധാരണ മൈദയിൽ ഉണ്ടാക്കുക. മൈദപ്പൊടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കണം. കലക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ദോശയുടെ പരുവല്ല, എന്നാൽ ഇഡ്ഡലിയുടെ മാവിൻ്റെ പരുവല്ല. അതിൻ്റെ ഇടയിലുള്ളൊരു പരുവത്തിൽ നല്ലോണം തിക്കും ആവരുത്, ഒരുപാട് വെള്ളവും ആവരുത്. ആ ഒരു പരുവത്തിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ കലക്കിയെടുക്കാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുവിധം നല്ല പാകമായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നല്ലോണം ഇളക്കി വെക്കാം. എന്നിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാവുന്നേ ഉള്ളൂ. കുറച്ചും കൂടി വെള്ളം ചേർത്താൽ മതി, ഇത്ര മതി. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല പാകമായി. നല്ലോണം മിക്സ് ചെയ്യുക, തീരെ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റഫ് തയ്യാറായി, അതുപോലെ നമ്മുടെ മൈദയുടെ മാവും തയ്യാറായി. ഇനി നമുക്ക് വേഗം ഉരുട്ടിയെടുക്കാം സുഖിയൻ. അത് വലിപ്പം നമ്മുടെ കൈ അനുസരിച്ചല്ലേ പറ്റുള്ളൂ. വലിയ കല്ലുള്ളവർക്ക് വലിയ സുഖിയൻ ഉണ്ടാക്കാം. ഇതിപ്പോൾ നമ്മുടെ സൗകര്യം അനുസരിച്ച് ഉണ്ടകളിങ്ങനെ നേരത്തെ ഉണ്ടാക്കി വയ്ക്കുകയാണ് നല്ലത്. ഉണ്ടാക്കി നമുക്ക് മുക്കിയിടാം. ഇങ്ങനെ ഉണ്ടകൾ ഉണ്ടാക്കുക, നല്ലോണം ഉരുട്ടി എടുക്കുക. സ്റ്റഫ് നല്ല ഡ്രൈ ആയതുകൊണ്ട് നമുക്ക് നല്ല എളുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. സുഖിയൻ ഉണ്ടാക്കാനുള്ള സ്റ്റഫ് ഇങ്ങനെ ഉരുട്ടി ആദ്യം വെക്കണം. അതിന് ശേഷം നമുക്ക് പിന്നെ പെട്ടെന്നല്ലേ നമുക്കതൊരു മുക്കിയിടല്ലേ വേണ്ടത്. ഇപ്പോൾ ഇത്രയൊക്കെ ഉരുട്ടി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സ്റ്റഫും കൂടി ഉരുട്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി. ഇനി ഓരോ സുഖിയനും നമുക്ക് ഈ മാവിൽ മുക്കിയിട്ട്, ഞാൻ കൈകൊണ്ട് തന്നെയാണ് ചെയ്യണത്, വേണമെങ്കിൽ സ്പൂൺ കൊണ്ടും ചെയ്യാം കേട്ടോ. നല്ലോണം മാവിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കുക. നല്ലോണം സൂക്ഷിച്ചിടണം, നല്ല ചൂടുള്ള എണ്ണയായിരിക്കും. അപ്പോൾ അങ്ങനെ പതുക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സുഖിയൻ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. മുക്കുമ്പോൾ ഫുള്ളായിട്ട് മുക്കാൻ നോക്കുക സുഖിയൻ ഓരോന്നും, എന്നാലും അത് മുഴുവൻ കവറായിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ പൊട്ടാണ്ട് സൂക്ഷിച്ച് ചെയ്യണം.
കൈ പൊള്ളാണ്ടും ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തും സുഖിയനും ഇട്ട് കൊടുത്തു. ഭാഗം വെന്തു. ഇനി നമുക്ക് പതുക്കെ പതുക്കെ മറിച്ചിടാൻ നോക്കാം. ഓരോ സുഖിയനും മറിച്ചിട്ട് ഈ ഭാഗം കൂടി നമുക്ക് വേവിക്കണം. അപ്പോൾ നമ്മളെല്ലാ സുഖിയനും മറിച്ചിട്ടു. ഇനി ഈ ഭാഗം കൂടി പെട്ടെന്നാവും, കാരണം അതിൻ്റെ കോട്ടിങ് ഒന്നും മുരിയല്ലേ വേണ്ട, ഉള്ളിലൊക്കെ വെന്തതാണല്ലോ. അപ്പോൾ ഈ ഭാഗം കൂടി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയെടുക്കാം. 2 ഭാഗം വെന്തു. ഇനി നമുക്ക് ഓരോന്നായിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് വാങ്ങിയെടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ലോണം വെന്തു മുരിഞ്ഞു. അതിൻ്റെ കവറിങ് എല്ലാതും നമുക്ക് എല്ലാതും വാങ്ങിയെടുക്കാം കേട്ടോ. എല്ലാ സുഖിയനും വാങ്ങിയെടുത്തു. ഇനി കുറച്ചും കൂടി ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു ബുദ്ധിമുട്ടുമില്ല, പെട്ടെന്നാവും. ഇതേപോലെ മുക്കി ഇടുക. അടിഭാഗം വെന്ത് കഴിഞ്ഞാൽ മറിച്ചിടുക. അതിന് ശേഷം ഈ ഭാഗം വെന്ത് കഴിഞ്ഞാൽ വാങ്ങിയെടുക്കുക, അത്രേ വേണ്ടു. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പും വാങ്ങിയെടുത്തു. അപ്പോൾ മുഴുവൻ സുഖിയനും ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചായക്കട സ്പെഷ്യൽ സുഖിയൻ തയ്യാറായി. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുകയും ചെയ്യുക. അപ്പോൾ ഒരു പുതിയ ഡിഷായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്